Welcome to Fourier Analysis. ഇത് നമുക്ക് കോൺവല്യൂഷൻ തിയറം ആണ് കാണേണ്ടത്. ഈ കോൺവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട്, ട്വിസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. നമുക്കിവിടെ കോൺവല്യൂഷൻ എന്ന് പറയുമ്പോൾ സൂപ്പർ പൊസിഷൻ എന്ന് അറിഞ്ഞാൽ മതി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, സം ചെയ്യുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് ലോഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. സ്റ്റിഫ്നെസ് കൂടിയ ഒരു സ്പ്രിംഗ് ലോഡ് സിസ്റ്റം. അവിടെ ആ ലോഡിനൊരു ജർക്ക് കൊടുക്കുക. ജർക്ക് എന്ന് പറയുമ്പോൾ ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ ഷോർട്ട് ടൈം. അതിനെ നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഈ ജർക്ക് കൊടുത്ത അതിപ്പോൾ ഒരു നോൺ പീരിയോഡിക് എക്സൈറ്റേഷനാണ്. ഈ ജർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ സ്പ്രിംഗ് ലോഡ് സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യും അറ്റ് ഇറ്റ്സ് ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി. കോൺവല്യൂഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പാസ്റ്റിൽ കൊടുത്ത ഒരു ഇമ്പൾസ് അതിൻ്റെ എഫക്റ്റ് പ്രസൻറ്റിൽ എത്രയാണ്, എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക. കോൺവല്യൂഷൻ മൂലം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാസ്റ്റിൽ കൊടുത്ത ഒരു ഇമ്പൾസീവിന് സിസ്റ്റം എങ്ങനെ പ്രസൻറ്റ് ടൈമിൽ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ പ്രസൻറ്റ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ടു എ പാസ്റ്റ് എക്സൈറ്റേഷൻ. ഇതാണ് ഈ കോൺവല്യൂഷൻ്റെ പ്രധാനമായ അടിസ്ഥാനപരമായ ആശയം. നമുക്കതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കോൺവല്യൂഷൻ തിയറവും കോൺവല്യൂഷൻ ഇൻറ്റഗ്രൽ എക്സെട്ര. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ടൈമും ഫോഴ്സും കൂടെയുള്ള ഒരു കർവാണ്. ഇത് നോൺ പീരിയോഡിക് എക്സൈറ്റേഷൻ എന്നാണ് പറയുക. ഒരു പ്രാവശ്യം ഒരു ജർക്ക് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ റെസ്പോൺസ് ഓഫ് എ ഡൈനാമിക്കൽ സിസ്റ്റം ടു സച്ച് എ നോൺ പീരിയോഡിക് എക്സൈറ്റേഷൻ ഈസ് കോൾഡ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. ഇത് നമുക്കൊന്ന് വ്യക്തമായിട്ട് കാണാം. കോൺവല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു നോൺ പീരിയോഡിക് എക്സൈറ്റേഷൻ കൊടുക്കുന്നു. കൺസിഡർ എ ലീനിയർ സിസ്റ്റം in which the effect at the present time t of an impulse മറ്റൊരു പേര് പറയും or stimulus f tau d tau at any past time tau. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ടൈം ആ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ടോ എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടൈമിൽ നമ്മൾ കൊടുത്ത ഒരു ഇമ്പൾസാണ് എഫ് ടോ ഡി ടോ. ഇത് എഫ് ടോ, ഇതിൻ്റെ വിഡ്ത്ത് ടൈം ഇൻ്റർവൽ ഡി ടോ. ടോ എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടൈമിൽ കൊടുത്ത ഇമ്പൾസ് അല്ലെ സ്റ്റിമുലസ്. തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള. അപ്പോൾ എ ലീനിയർ സിസ്റ്റം ഇൻ വിച്ച് ദി എഫക്റ്റ് അറ്റ് ദി പ്രസൻറ്റ് ടൈം ടി ഓഫ് ആൻ ഇമ്പൾസ് ഓർ സ്റ്റിമുലസ് എഫ് ടോ ഡി ടോ അറ്റ് എനി പാസ്റ്റ് ടൈം ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്റ്റിമുലസ്. എഫക്റ്റ് അല്ലെ റെസ്പോൺസ്, ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് പാസ്റ്റ് ടൈമിൽ കൊടുത്ത ഇമ്പൾസിന് ഇതിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് തീർച്ചയായിട്ടും ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്റ്റിമുലസ് ഓർ ഇമ്പൾസ്. ഓൺ ഫിസിക്കൽ ഗ്രൗണ്ട്സ് വി അസ്യൂം ദാറ്റ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ടൈം ഇലാപ്സ്ഡ്. പ്രസൻറ്റ് ടൈം ടിയ ടോ എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടൈമിൽ കൊടുത്ത ഇമ്പൾസ് അല്ലെ സ്റ്റിമുലസ് ആണ് നമ്മൾ
കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കടന്നുപോയ സമയം, ഇലാപ്സ്ഡ് ടൈം എന്ന് പറഞ്ഞാൽ ടി മൈനസ് ടോ, ആൻഡ് ഹെൻസ് ഹാസ് ദി ഫോം ജി ഓഫ് ടി മൈനസ് ടോ. ഈ ജി എന്ന് പറയുന്നതിനെ റെസ്പോൺസ് ടു യൂണിറ്റ് സ്റ്റിമുലസ് എന്നും പറയാം. ഇതിനെ റെസ്പോൺസ് ഫങ്ഷൻ എന്നോ ഒക്കെ നമ്മൾ പറയും, അല്ലെ വെയ്റ്റിംഗ് ഫാക്ടർ എന്നൊക്കെ പറയും ജിക്ക്. അപ്പോൾ യൂണിറ്റ് സ്റ്റിമുലസ് ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ജി ഇൻറ്റു ടി മൈനസ് ടു. നമുക്കറിയാം സ്പ്രിംഗ് ലോഡ് സിസ്റ്റത്തിൽ ഒരു ജെർക്ക് കൊടുത്ത് കഴിയുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് സൈൻ ഫങ്ഷനും ഒക്കെ കയറി വരുന്നത്, സൈൻ ഒമേഗാറ്റി എന്നൊക്കെ കയറി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ടൈമിൻ്റെ ഒരു ഫങ്ഷനാണ്, കടന്നുപോയ സമയത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. ആ ജെർക്ക് കൊടുത്തു കഴിയുന്ന എത്ര സമയം കഴിഞ്ഞാണോ നമ്മൾ റെസ്പോൺസ് പരിശോധിക്കുന്നത്, ആ സമയത്തിനനുസരിച്ചായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഓസിലേഷൻ ഫ്രീക്വൻസി ആൻഡ് സോ ഓൺ. അപ്പോൾ ദി എഫക്റ്റ് for the effect at the present time t is g of t minus 2 into f tau d tau. അപ്പോൾ എഫ് ടോ ഡി ടോയ്ക്ക് പ്രൊപ്പോർഷനിലായിരിക്കും പ്രസൻറ്റ് ടൈമിലെ റെസ്പോൺസ്. അല്ലെങ്കിൽ ജി ഓഫ് ടി മൈനസ് ടോ ആണ് യൂണിറ്റ് ഇമ്പൾസിന് കിട്ടുന്ന റെസ്പോൺസ് എങ്കിൽ എഫ് ടോ ഡി ടോ എന്ന് പറയുന്ന ഇമ്പൾസിന് കിട്ടുന്ന റെസ്പോൺസ് തീർച്ചയായിട്ടും ജി ഇൻറ്റു ടി മൈനസ് ടോ ഇൻറ്റു എഫ് ടോ ഡി ടോ. അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു ഇമ്പൾസ് ടൈമിലെ ഇമ്പൾസാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് എങ്കിൽ അതുവരെയുള്ള ടോട്ടൽ കാണാം. ഇതുപോലെയുള്ള പല പല സ്ട്രിപ്പുകൾ എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ റെസ്പോൺസ് ടു ദി ഹോൾ പാസ്റ്റ് ഹിസ്റ്ററി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് എച്ച് ഓഫ് ടി ഈക്വൽസ് ഇൻറ്റഗ്രൽ 0 to t എഫ് ടോ, ഇതിൻ്റെ ഇൻറ്റഗ്രൽ എഫ് ടോ ജി ടി മൈനസ് ടോ ഡി ടോ. ht is called the convolution of f and g. ഇതിന് പറയുന്ന പേരാ convolution of f and g or convolution integral. It gives the response at the present time t as a superposition. Integration എന്ന് പറയുന്നത് സൂപ്പർപോസിഷനാണ്, സമ്മേഷൻ ആണല്ലോ. സൂപ്പർപോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ സം ചെയ്യുക എന്നർത്ഥം. ആ സം ചെയ്യുന്നത് ലീനിയറായിട്ട് ഉള്ള സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ സം ചെയ്ത് കിട്ടുകയുള്ളൂ. സൂപ്പർ പൊസിഷൻ ഓവർ ദി പാസ്റ്റ് ഇൻപുട്സ് t less than or equal to t. The response factor or the weighting factor g of t minus tau characterizes the system. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ സ്പ്രിംഗ് ലോഡ് സിസ്റ്റം ആണെങ്കിൽ ഇട്ടിരിക്കുന്ന ലോഡ്, സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്, അതിനൊക്കെ അനുസരിച്ചായിരിക്കും റെസ്പോൺസ് കിട്ടുക. അപ്പോൾ റെസ്പോൺസ് ഫാക്ടർ അല്ലെ വെയ്റ്റിംഗ് ഫാക്ടർ ജി എന്ന് പറയുന്നത് that characterizes the system. The F tau characterizes the past history of the inputs. ആ സിസ്റ്റത്തിനെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് അല്ലെ ജെർക്ക്, ഈ എക്സാമ്പിൾ പറഞ്ഞാൽ ജെർക്ക്. കോൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് ഡിനോട്ടഡ് ബൈ എച്ച് ടി. ടൈമാണ് ഇവിടുത്തെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എച്ച് ഓഫ് ടി ഈക്വൽസ് എഫ് ഇൻറ്റു ജി ഇൻറ്റു ടി. ഇത് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഇൻറ്റു ജി. എഫ് ജി മുമ്പ് കണ്ട ഇൻറ്റഗ്രൽ, അതിൻ്റെ ഷോർട്ട് സിമ്പിളായത് എഫ് സ്റ്റാർ ജി. ഇതൊരു പ്രോഡക്റ്റ്, ആ ഇൻറ്റഗ്രലിനകത്തൊരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. നമ്മളിത് ഈ സ്പെഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി എഫ് സ്റ്റാർ ജി ഓഫ് ടി ഇൻറ്റു ടി ആൻഡ് ഇത് ഓഫ് ടി. ഇതിനാണ് കോൺവല്യൂഷൻ. ഇപ്പം ചുരുക്കത്തിൽ കോൺവല്യൂഷൻ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്
ഇതാണ് കോൺവല്യൂഷൻ ഇൻ്റഗ്രൽ. ഇതിൻ്റെ സിമ്പലാണ് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത്. ഈ ഇൻ്റഗ്രലിനാണ് എഫ് സ്റ്റാർ ജി. ടി അവിടെ ലോവർ ലിമിറ്റ് 0 എന്നായിട്ട് തിരിക്കുന്നത് കാരണം നമ്മൾ ടി 0 ആയിരിക്കുമ്പോൾ ഇമ്പൾസ് കൊടുക്കുന്ന സമയത്ത് ആരംഭമാണ് ടി 0. ഇത് ജനറലായിട്ട് ഈ എഫ് സ്റ്റാർ ഈ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോഡക്റ്റിൻ്റെ എല്ലാ സ്വഭാവവും ഇത് കാണിക്കും. അപ്പോൾ ജനറലായിട്ട് എഫിനും ജിക്ക് വരെയും എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി ഓഫ് ടി ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to t a ടോ ബി ടി മൈനസ് ടോ ഡി ടോ. ദി സ്റ്റാർ പ്രോഡക്റ്റ് എന്നതിന് നമുക്ക് പറയാം. ദി സ്റ്റാർ പ്രോഡക്റ്റ് ബിഹേവ്സ് ലൈക്ക് ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ. എ സ്റ്റാർ ബി പ്ലസ് സി ഈക്വൽസ് എ സ്റ്റാർ ബി പ്ലസ് എ സ്റ്റാർ സി. എ സ്റ്റാർ ബി ഈക്വൽസ് ബി സ്റ്റാർ എ. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽസ് എ സ്റ്റാർ ബി സ്റ്റാർ സി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോഷിയേറ്റീവ് ലോ ഇതെല്ലാം സാധാരണ പ്രോഡക്റ്റിന് ആപ്ലിക്കബിൾ ആകുന്ന പോലെ ഇവിടെയും ആപ്ലിക്കബിളാണ്. ഇനി ടൈം ഡൊമെയിൻ വെച്ചാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇത് ഫ്രീക്വൻസി ഡൊമെയിനിൽ ഇതിൻ്റെ പ്രോഡക്റ്റായിട്ട് ഈ കോൺവല്യൂഷൻ മാറും. അവിടെയാണ് കോൺവല്യൂഷൻ തിയറം എന്ന് പറയുക. അപ്പോൾ കോൺവല്യൂഷൻ ഇൻ ദി ടൈം ഡൊമെയിൻ corresponds to multiplication in the frequency domain. This leads to convolution theorem. അപ്പോൾ ഈ ടൈം ഡൊമെയിനെ ഫ്രീക്വൻസി ഡൊമെയിൻ ആക്കുന്നതാണല്ലോ ഫ്യൂരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കോൺവല്യൂഷൻ തിയറം പറയുന്നത് ഇഫ് എഫ് ആൻഡ് ജി ആർ അഡ്മിസബിൾ ഫങ്ഷൻസ് അതിൻ്റെ കണ്ടീഷൻ ഇൻ്റഗ്രബിൾ, ഡിഫറൻഷ്യബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് അതെല്ലാം കൂടെ ചെയ്യുന്ന ഈ അഡ്മിസബിൾ ഫങ്ഷൻ. അപ്പോൾ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽസ് ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ജി. ഇതാണ് കോൺവല്യൂഷൻ തിയറം. അപ്പോൾ എഫ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി ഫ്യൂരിയർ ട്രാൻസ്ഫോം ഈസ് ഈക്വൽ ടു ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ദി കോൺവല്യൂഷൻ ഇൻ്റഗ്രൽ. ഇതാണ് കോൺവല്യൂഷൻ തിയറം എന്ന് പറയുക. ഇതൊരു സിമ്പിൾ പ്രൂഫ്. ഞാൻ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള മാത്തമാറ്റിക്സിലേക്ക് പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പ്രൂഫാണ് തരുന്നത്, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ഫങ്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേണൽ e⁻⁻⁰ അപ്പോൾ ഇൻ്റഗ്രൽ -∞ ടു +∞. തീർച്ചയായിട്ടും -∞ ടു 0 എന്ന് പറയുന്നത് ഈ റെസ്പോൺസ് 0യാണ്, ജർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഫലത്തിൽ ഇത് 0 to ∞. അത് നമ്മുടെ ഈ പ്രസൻറ്റ് ആപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ. അപ്പോൾ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഈക്വൽസ് ഇൻ്റഗ്രൽ ഫ്യൂരിയർ ട്രാൻസ്ഫോമിൽ ഈ ലിമിറ്റ്സ് -∞ ടു +∞ എന്ന് ഇടുന്നത് കൊണ്ട് ഇവിടെ അങ്ങ് ഇട്ടു എന്നുള്ളേ ഉള്ളൂ. ഫലത്തിൽ ഇത് 0 to ∞ ഫലമേ ചെയ്യുന്നുള്ളൂ ജനറലായിട്ട്. അപ്പോൾ e⁻⁻⁰ എഫ് ടി ഡി ടി. ഇതുപോലെ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഈക്വൽസ് ഇൻ്റഗ്രൽ -∞ ടു +∞ e⁻⁻⁰ ജി ടി ഡി ടി. എങ്കിൽ കോൺവല്യൂഷൻ എച്ച് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -∞ ടു +∞. ഞാൻ പറഞ്ഞ 0 to ∞ എന്നങ്ങ് എടുക്കുക. 0 to ടിക്ക് വരെ നമ്മൾ ജനറലായിട്ട് -∞ ടു +∞ എന്ന് എടുക്കുന്നു. ഓഫ് എഫ് ടോ ജി ടി മൈനസ് ടോ ഡി ടോ. എഫ് ഈക്വൽ 0 വരെ ഈ എല്ലാ ഈ ടി 0 ലോവർ ലിമിറ്റ് 0 ആകുന്നിടം വരെ ഈ എഫും ജിയും ഒക്കെ 0യാണ്. അപ്പോൾ എങ്കിൽ ഈ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് എച്ച് അല്ലെ എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് അപ്പോൾ ഇൻ്റഗ്രൽ -∞ ടു +∞. അത് ഫ്യൂരിയർ ട്രാൻസ്ഫോമിൽ വരുന്ന ഇൻ്റഗ്രലാണ്. ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ -∞ ടു +∞ എഫ് ടോ ജി ടി മൈനസ് ടോ ഡി ടോ ഇൻറ്റു e⁻⁻⁰ ഡി ടി. ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ fh ഈക്വൽസ് എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽസ് ഇൻ്റഗ്രൽ -∞ ടു +∞ ഓഫ് ഇൻ്റഗ്രൽ
minus infinity to plus infinity gt minus tau e raised to minus I omega t dt into f tau d tau. ഇത് ചേഞ്ച് ചെയ്യുന്നു ഇൻ്റഗ്രൻസിൻ്റെ പൊസിഷൻ. ഇനി ചേഞ്ചിങ് ദി വേരിയബിൾ ടി ഇൻ ദി ഇന്നർ ഇൻറ്റഗ്രൽ, ഇവിടുത്തെ ടി എന്ന് പറയുന്ന വേരിയബിൾ ഇങ്ങനെ മാറ്റുന്നു. ടി ഈക്വൽസ് എക്സ് പ്ലസ് ടോ എന്ന് പറയുമ്പോൾ ടി മൈനസ് ടോ ഈക്വൽസ് എക്സ് എന്നെടുക്കാം. എങ്കിൽ എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഓഫ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞാൽ എക്സാ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു ടിക്ക് പകരം എക്സ് പ്ലസ് ടോ ഇൻറ്റു ഡി ടിക്ക് പകരം ഡി എക്സ് ഇൻറ്റു എഫ് ടോ ഡി ടോ ഈക്വൽസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എന്നും ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ എന്നും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ. ആ ടോ വരുന്ന ടൈം ഇതിൻ്റെ കൂടെ ചേർക്കുക, എക്സ് വരുന്ന ടൈം ഇതിൻ്റെ കൂടെ നിലനിർത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഓഫ് എഫ് ടോ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ദിസ് ഈസ് നത്തിങ് ബട്ട് ദി ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ജി. കേർണൽ ഇവിടെ ഉണ്ട്, എക്സുമായിട്ട് ബന്ധപ്പെടുത്തി. ദിസ് ഈസ് ദി ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ജി. എഫ്. ഇത് ജിയുടെ ഫ്യൂരിയർ ട്രാൻസ്ഫോം, ഇത് എഫിൻ്റെ ഫ്യൂരിയർ ട്രാൻസ്ഫോം. അപ്പം ചുരുക്കത്തിൽ എഫ് ഓഫ് ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽസ് ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ജി. ഇതാണല്ലോ കോൺവല്യൂഷൻ തിയറം. ഇനി നമുക്ക് ജനറലൈസ്ഡ് ഫ്യൂരിയർ സീരീസ് ഫ്യൂരിയർ ട്രാൻസ്ഫോമൊക്കെ കാണണം. തീരാറായി ഇതിൻ്റെ പോസിക്സ്. എന്നിട്ട് നമുക്ക് കുറച്ച് എക്സസൈസസ് വർക്കൗട്ട് ചെയ്യണം. താങ്ക്